അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് ജയ്പൂർ ജംഗ്ഷനിൽ നിന്ന് എടുത്തു. നമ്മുടെ ട്രെയിനിൻ്റെ പേര് സൈനിക് എക്സ്പ്രസ് എന്നാണ്. നമ്മൾ ആക്ച്വലി സ്ലീപ്പർ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതിൻ്റെ കൂടുതൽ ഓട്ടോ അപ്ഗ്രഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിരുന്നത് സ്ലീപ്പറിൽ 2 അപ്പർ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് മെസ്സേജ് വന്നു, നമ്മുടെ ടിക്കറ്റ് ഓട്ടോ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. നമുക്ക് 3rd AC സൈഡ് ലോറും സൈഡ് അപ്പറും സീറ്റ് അലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓട്ടോ അപ്ഗ്രഡേഷൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3rd AC കിട്ടുന്നു. ഇപ്പോൾ 3rd AC ആണെങ്കിൽ സെക്കൻഡ് AC ആണെങ്കിൽ ഫസ്റ്റ് AC. സീറ്റ് ഒരുപാട് വേക്കൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു അപ്ഗ്രഡേഷൻ കിട്ടുള്ളൂ. എല്ലാ ട്രെയിനിനും എല്ലാ പ്രാവശ്യവും കിട്ടണം എന്നില്ല. സീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ള ട്രെയിൻസിനൊക്കെ ചിലപ്പോൾ നമ്മുടെ ലക്ക് അനുസരിച്ച് കിട്ടും. ഇപ്പോൾ 8:47 നമ്മളിപ്പോൾ ഇവിടുന്ന് വിട്ടു. നമ്മളിനിയിപ്പോൾ ഡൽഹിയിലേക്ക് പോയേക്കുവാണ്. നമ്മളിപ്പോൾ ഓട്ടോയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ചാന്ദിനി ചോക്കിലാണ് നമ്മൾ ഹോട്ടൽ നോക്കി വെച്ചേക്കുന്നത്. ഹോട്ടൽ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. ഓട്ടോ ഒക്കെ കണ്ടിട്ട് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തത് അയാൾ ക്യാൻസൽ ചെയ്തു. അപ്പം അവിടെ വന്നിട്ട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഒരു അങ്കിള് 250 റുപ്പീസിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം അവിടെ ചെല്ലുമ്പോൾ എന്താവും. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ഡൽഹി വീഡിയോയുടെ കുറച്ച് ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് വന്നതാണ്. നമ്മൾ കുറച്ച് ഷോർട്സ് മാത്രമേ ഡൽഹിയിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ചെന്നത് ഡൽഹി ക്യാൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് നമ്മൾ ബൈ മിസ്റ്റേക്ക്ലി ഹോട്ടൽ ബുക്ക് ചെയ്തത് ചാന്ദിനി ചോക്കിലായിപ്പോയി. നമുക്കറിയത്തില്ലായിരുന്നു അത് ഭയങ്കര മോശം ആയൊരു ഏരിയ ആണെന്ന്. ഹോട്ടലൊക്കെ നല്ലതായിരുന്നു, പക്ഷെ ആ ഒരു ഏരിയ ഓക്കെ അല്ലായിരുന്നു കൊണ്ട് നമ്മൾ ചെന്നപ്പോഴേ പെട്ടുപോയി. അപ്പോൾ ആ ഏരിയ കണ്ടപ്പോഴേ ഫെഡപ്പ് ആയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി 1 കിലോമീറ്റർ മാത്രം അല്ലെ 1.5 കിലോമീറ്ററിന് വരെ 500-600 രൂപയാണ് ഓട്ടോക്കാരാണ് പറയുന്നത്. ടോട്ടലി ഫെഡപ്പ് ആയി. അതിന്റെ കൂട്ടത്തിൽ ഇന്ത്യ ഗേറ്റും റെഡ് ഫോർട്ടും ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. 26 ജനുവരി വരുന്നതുകൊണ്ട് ടോട്ടലി ക്ലോസ് ആക്കി വെച്ചേക്കാണ്. പിന്നെ അവിടെ ആകെ സരോജിനി മാർക്കറ്റിലാണ് പോയത്. സരോജിനി മാർക്കറ്റിൽ പോയിട്ടും ഓക്കെ ആയിരുന്നില്ല, കാരണം തീരെ അൺസേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഡൽഹി. ഈവൻ എനിക്ക് എന്റെ ബാഗിൽ നിന്ന് ഫോൺ എടുക്കാൻ തന്നെ പേടിയായിപ്പോയി. കാരണം ആരെങ്കിലും ഏതിലേ വന്ന് തട്ടിക്കൊണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല, ഫോണേ അടിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ ബാഗൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് സരോജിനി മാർക്കറ്റിൽ മാത്രം പോയിട്ട് ഞാൻ എങ്ങോട്ടും പോയില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ട്രെയിൻ നോക്കി. ട്രെയിൻ ആണെങ്കിൽ എല്ലാം ലേറ്റ് ആണ്. എല്ലാം 4 to 5 hours ലേറ്റ് ആണ്. അത് നമ്മൾ 11:30 ട്രെയിനിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്തത് ഈവനിങ്ങിലായിരുന്നു. പിന്നെ നമ്മൾ മോർണിംഗ് 11:30 ട്രെയിൻ ബുക്ക് ചെയ്തു. പക്ഷെ ലേറ്റ് ആയിരുന്നു. അത് റീഷെഡ്യൂൾ ചെയ്ത് 3:25 അത് എടുത്തത്. അത് നമ്മൾ ആഗ്രയിൽ 5 മണിക്ക് എത്തി. ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക് 2 ഡേയ്സിലായിട്ട്. റെഡ് ഫോർട്ട്, ജന്തർ മന്തർ, ഇന്ത്യ ഗേറ്റ്, അതേപോലെ അക്ഷർധാം, ലോട്ടസ് ടെമ്പിൾ, കുത്തബ് മിനാർ, ഇതെല്ലാം എന്റെ പ്ലാൻ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇതിലാകെ ഞാൻ സരോജിനി മാർക്കറ്റിൽ മാത്രമാണ് പോയത്. എവിടെയെങ്കിലും ഒന്ന് പോകണല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ബട്ട് ഐ എം റിയലി ഡിസപ്പോയിന്റഡ്. നമ്മള് ചാന്ദിനി ചോക്കിൽ നിന്ന് ഇറങ്ങി പഹാഡിഗഞ്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോയത്. അത് ഒരു സിറ്റി സൈഡാണ്. പക്ഷെ ഈ ഭാഗങ്ങളിലുള്ള ഒരു മനുഷ്യരും കോപ്പറേറ്റീവ് ആയിരുന്നില്ല, അതേപോലെ ഹെൽപ്ഫുൾ തീരെ ആയിരുന്നില്ല. എല്ലാവരും മണി മൈൻഡഡ് മാത്രമാണ് അവിടെ. ഈ 2 ദിവസത്തിൽ ഞാൻ ആകെ 3 മനുഷ്യരെയാണ്, നല്ല മനുഷ്യരെ കണ്ടത്. 2 ഓട്ടോക്കാരെ ചേട്ടന്മാരും, അത് ഊബർ ബുക്ക് ചെയ്ത ചേട്ടന്മാരും, ഒരു ഫുഡ് വിൽക്കുന്ന ഒരു അങ്കിളും. അതുപോലെ വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഡൽഹി. രണ്ടാമത് പോകാൻ മടിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഡൽഹി ഫീൽ ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള നമ്മളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ പുറത്തുനിന്ന് വരുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. ആക്ച്വലി നമ്മുടെ സൈഡിലും മിസ്റ്റേക്ക് ഉണ്ട്. കാരണം നമ്മൾ പ്ലാൻ ചെയ്തത് കുറച്ച് തെറ്റിപ്പോയി. നമ്മൾ എയർബിഎൻബിയിലാണ് ജയ്പൂർ ആണെങ്കിലും ആഗ്ര ആണെങ്കിലും നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷെ നമ്മൾ ഡൽഹിയിലേക്ക് നോക്കിയപ്പോഴത്തേക്കും 22 കിലോമീറ്റേഴ്സ് ഒക്കെ ദൂരെ കാണിച്ചതുകൊണ്ട് നമ്മളത് നോക്കിയില്ല. ഇതായിരുന്നു എൻ്റെ ഡൽഹി എക്സ്പീരിയൻസ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.